ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ എക്സ്പോക്ക് പോയ വീഡിയോ ഇട്ടിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ട് അവിടെ എന്തുണ്ട് എങ്ങനെ എന്തെന്നല്ലോ ഉള്ളിലത്തെ വിശേഷങ്ങളെ കുറച്ച് കാണിക്കാം. ആ ഫിഷിൻ്റെതാണ് ഫസ്റ്റ് കണ്ടത്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ എൻട്രി ഫീസ് 100 രൂപയാണ്. കുറേ ആൾ ചോദിക്കുന്നുണ്ട് എവിടെ സംഭവം എന്ന്. അണങ്കൂറാണ്, കാസർഗോഡ് അണങ്കൂർ. ഓക്കെ, എത്ര ദിവസം ഉണ്ട് എന്നറിയില്ല. പിന്നെ 9:30 മണി വരെയാണ് ടൈമിങ്. 7 മണിക്ക് സ്റ്റാർട്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ കപ്പ് എല്ലാവർക്കും മനസ്സിലായി. ഇന്നലെ നമ്മൾ മേങ്ങിയ ഇങ്ങനെ സ്ട്രോങ്ങിൽ ചായ കുടിക്കാനാണ് ഈ കപ്പ് മേങ്ങിയത്. അപ്പോൾ നമുക്ക് സ്ട്രോങ് ചായയിൽ തന്നെ ഇന്ന് തുടങ്ങാം. ഓക്കെ, അങ്ങനെതാ ഫസ്റ്റ് തന്നെ ഞാൻ വന്നിട്ടുണ്ട് കപ്പെല്ലാം കൊണ്ട്. എന്തെന്ന് അറിയുന്നില്ല, കപ്പ് കാണുമ്പോൾ ഒരുമാതിരി ഒരു പ്രാന്താണ് നമുക്ക്. ഇതിൽ കയറുന്നതിന് പിന്നില്ല, അത് പൊട്ടിയിട്ട് പോകുന്നത്. എന്നാലും ഞാൻ മേങ്ങും, എന്നാലും പൊട്ടും, വയലോട്ടും മേങ്ങും. അങ്ങനത്തെ ഒരു പ്രാന്താണ്. അങ്ങനെ സെറ്റ് 6 മേങ്ങിയിട്ടില്ലേ, എല്ലാം പൊട്ടിയിട്ട് 1 2 സിംഗിളായിട്ട് അങ്ങനെ എന്തെല്ലോ ഉള്ളതാണ് അങ്ങനെ. അപ്പോൾ നമുക്കില്ലേ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് കാണിക്കുക. ചിക്കന് പുറത്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ബട്ടർ പുഡിങ്ങില്ലേ, ബട്ടർ പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ട്. അതിന് ഒരുമാതിരി എന്ത് ജഗ പോകാന്നല്ലേ, അങ്ങനത്തെ ഇതാണ്. 2 ദിവസത്തെ ഓർഡർ ഒന്നിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബട്ടർ പുഡിങ് ആക്കാൻ ട്രൈ എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പിള്ളമാർക്ക് ഞാൻ ഇന്നലെ പൊറോട്ട ഷവർമാക്കിയിട്ടില്ലേ, അപ്പോൾ അതന്നെ വേണം സ്കൂളിലേക്ക് നിന്നിട്ടില്ലേ, രാവിലേക്ക് നിന്നിട്ട് അതന്നെ ഞാൻ ആക്കിയിട്ടുണ്ട്. പൊറോട്ട ബാക്കിയുണ്ടായിന്, അപ്പോൾ കുറച്ച് മസാല റെഡിയാക്കിയിട്ട് പിള്ളമാർക്ക് സ്കൂളിലേക്കും അതന്നെ കൊടുത്ത് കഴിക്കാനും അതന്നെ ആക്കിയതാണ്. പിന്നെ നല്ല പത്ത ചക്കപ്പായല്ലേ ഇപ്പോൾ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും മേങ്ങാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. 120 140 അങ്ങനെ എന്തോ സംതിങ് ഉണ്ട് ഞാൻ. അപ്പോൾ അതാ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബദാമിനെ ഞാൻ ഗ്രേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ബദാം ഗ്രേറ്റ് ആക്കുന്ന ഒരിതുണ്ട് ഓൺലൈനിൽ, അത് ഇൻഷാല്ലാ മേങ്ങണം. എന്താണെന്ന് വെച്ചെങ്കിൽ നല്ല യൂസാണ്. എനിക്ക് ഇത് പുഡിങ്ങിന് വേണ്ടി വരുന്നത്, കേക്കിനല്ലോ. അപ്പോൾ അതെന്തായാലും ഒന്ന് ഓൺലൈനിൽ മേങ്ങണം. കുറേ വിചാരിക്കുന്നത്, പക്ഷെ കഴിഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ അത് പിള്ളമാരെല്ലാം പോയിട്ടില്ല. അതിന് ശേഷം ഇല്ലേ നമുക്കൊരു 11 മണിക്ക് ഒരു മന്തി കുറച്ച് ഈ പുഡിങ്ങെല്ലാം കൊടുക്കാണ്ടതായി. അങ്ങനെ ഞാൻ ബേയം പിള്ളേർ പോയ കണക്ക് തന്നെ ഇതിൻ്റെ പണിയെല്ലാം തുടങ്ങിന്. മന്തിൻ്റെ അരിയാടെ തിളക്കുന്നുണ്ട്, ചിക്കൻ ഇവിടെ തിളക്കുന്നുണ്ട്. അപ്പം ചട്ടിയിലില്ലേ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. മന്തിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ഓണം പോലെ ഇല്ലേ മാഷാല്ലാ അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മന്തിയും സംഭവം ചിക്കൻ ഫ്രൈയും മന്തിയും 2 ട്രൈ പുഡിങ്ങും ആണ് ഓർക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാനില്ലേ അവർക്ക് കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞിരുന്നു വൈകുന്നേരം ആകുമ്പോൾ പുഡിങ് ട്രൈ ഒന്ന് കൊടുത്തരോ, എനിക്ക് നാളേക്കും ഉണ്ടായിരുന്നു ഇതേ പുഡിങ് ട്രൈയിൽ ഓർഡർ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിട്ട് മഷാല അപ്പം എന്നോട് കൊണ്ട് തന്നിരുന്നു. അങ്ങനെ ഞാൻ ചെറിയൊരു വീഡിയോ ബാക്കി ഉണ്ടായിരുന്നതാ. പിള്ളമാരെല്ലാം ഇരുന്നിട്ട് ഇതിനെ കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ എത്ര ദിവസം ഉണ്ട് നമുക്കറിയാല, പക്ഷെ ഇപ്പം ഉണ്ട് 2-3 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അപ്പോൾ അതാ ഞാൻ കൽമാസെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായി. അതിൻ്റെ റെസിപ്പി എടുക്കണമെന്നില്ല തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ആയിട്ട് കഴിഞ്ഞില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കില്ലേ ഓർഡറെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഓർഡറെല്ലാം കൊടുത്തിട്ടായിട്ടില്ലേ അതിൻ്റെ ബാക്കിയുള്ളത് ഞാനും മക്കളെല്ലാം ഇങ്ങനെ തല്ലുമുടിയാക്കിയിട്ട് തിന്നലാണ്. നല്ല മജല്ല അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ രാത്രി ഞങ്ങൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഉന്നക്കായ, കട്ട്ലേറ്റ്, പിന്നെ കിളിക്കൂട്, അട്ടിപ്പത്തിരി, കായ്പോള, ക്യാരറ്റ് പോള എല്ലാം ഉണ്ടായി. പക്ഷെ അതിനിടയിലൊരു ബേജാറിന സംഗതി ഉണ്ടായിന്. ഓർക്കില്ല 10 ഐറ്റംസിൻ്റെ ഓർഡർ ഉണ്ടായിന്, 10 തരം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ ഒരു പകുതി നാം കൊണ്ട് വിളിക്കുന്നത് നിങ്ങൾ ആക്കി എത്ര മതി, കുറേ ഐറ്റം വേണ്ട. നല്ല മംഗലം കഴിഞ്ഞതാണ്. അപ്പോൾ മംഗലം കഴിഞ്ഞിട്ടാകുമ്പോൾ പെണ്ണിൻ്റെ ഉപ്പ കാനത്തിന് കൈ കൊടുക്കുന്നതായിരുന്നു, മരിച്ചതല്ലോ. അങ്കന്നെ ഓർ വിളിച്ചിട്ട് പറയുമ്പോൾ ഷോക്കായിട്ട് ഞങ്ങൾക്ക് പിന്നെ ബൈലോട്ട് എന്തോ കൈ പറിച്ചിട്ടില്ലേ എന്തുണ്ടാക്കാനേ ഇല്ല. അപ്പോൾ അടുത്തൊരവസ്ഥ എങ്ങനെ ആയിരിക്കും മംഗലത്തിൻ്റെ പോരത്തല്ലേ, എന്തായിട്ടുണ്ടാവും. അങ്ങനെ ബേജാറായി പോയി പറയുന്നിട്ടാകുമ്പോൾ ഈ സന്തോഷത്തിൻ്റെ നാളില്ലേ സന്തോഷം തന്നെയാണല്ലേ, അതിൻ്റെ ഒരു ഇടയിൽ എല്ലാവർക്കും ബേജാറ് കൊടുത്തിട്ടുണ്ട്. എന്തോ അല്ലേ ആ പുതിനാട്ടി എന്താക്കുമോ പുതിയ അപ്പളം എന്താക്കും അല്ലേ, ഭയങ്കര ബേജാറുള്ള സംഭവം. അത് ആങ്ങൾക്കും പെങ്ങൾക്കും മംഗലഞ്ഞ് പോറാങ്ക് ഓർഡർ തന്നത്. ആങ്ങളുടെ ഓളെ ഉപ്പയാണ് മരിച്ചത്. എവിടെ എന്നൊന്നും നമുക്കറിയില്ല, അഡ്രസ്സും ഇല്ലല്ലോ, അങ്ങനെയൊന്നും തോന്നുന്നു, ശരിക്കും അറിയില്ല. അങ്ങനെ 10 തരം വേണ്ട, ഉള്ളത്ര മതി, ഇല്ലെങ്കിൽ എനിക്ക് നഷ്ടമല്ലേ എന്നിട്ട് പപ്പൂർ എന്നിട്ട് ഓർഡർ ഇതാക്കിയിട്ടില്ല, നഷ്ടമായി പോകണ്ടെന്നിട്ട് ഫസ്റ്റ് അവർ വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമില്ല, നമുക്ക് പൈസ ഇന്ന് പോകും നാളെ വരും അങ്ങനത്തെ അല്ലേ, മരിച്ചതിനാ ടീമിൽ നമുക്ക് പൈസ. പക്ഷെ ഓറ് അങ്ങനെ പറഞ്ഞു നീ ഇതാക്കണ്ട, ആക്കി എത്ര കൊടുത്തിട്ട് വിട്, പിന്നെ കൂടുതൽ വേണ്ടല്ലേ. പിന്നെ ഞാൻ 6 ഐറ്റം ഉണ്ടാക്കിയിട്ട് അതിനെ ഞാൻ അത് കൊടുത്തതാന്ന് പറഞ്ഞാൽ ബേജാറിന് ഓർഡറായി പോയി. അത് ഒരു എല്ലാവരും മരിക്കാതാരും ബാക്കിയാവില്ല. പക്ഷെ ആ ഒരു ഇങ്ങനത്തെ ഒരു സന്തോഷത്തിൻ്റെ നാളല്ലോ, ഒരു മരണം നൽമ്പില്ലേ വല്ലാത്ത അവസ്ഥ അല്ലേ. എല്ലാവർക്കും എത്തിച്ചേർന്ന് പഠിച്ചവനെ തന്നെ എഴുതുക.
ഇതാക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിറ്റേ ദിവസം ഞാൻ എടുക്കുന്നതാണ് ഈ വീഡിയോ. പിറ്റേ ദിവസം ഞാൻ ഉണ്ടാക്കിയ പുട്ടും പുട്ടും വേളക്കറിയാന്ന് പറഞ്ഞാൽ പരിപ്പില്ല നമ്മളെ അത് പെട്ടെന്ന് റെഡിയാകുന്നില്ല. നമുക്ക് കടല പൂത്താൻ മറന്നില്ല. ഞാൻ അപ്പോൾ വിളക്കിയതാണ്. അങ്ങനെ പിള്ളമാർ യൂണിഫോമെല്ലാം ഇട്ട് നല്ല റെഡി ആയിട്ട് തന്നിന് നാസ്റ്റെല്ലാം ആക്കിയിട്ട് പോകണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടും എനിക്ക് ഓർഡർ ഉണ്ട്. ഇന്നലെ ഓർഡർ എടുത്തിട്ട് മാതിരായിട്ടുണ്ടായിന്, പക്ഷേ ഇന്നും ഉണ്ടായി ഞങ്ങൾക്ക് ഓർഡർ. നമ്മൾ പിന്നെ ഒരു ഹോട്ടൽ പോലെ ഇതൊരു ഓർഡർ തന്നെ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വേറെ എന്ത് പണിയെടുക്കാൻ പോയിട്ടില്ല. കച്ചറായിട്ട് അങ്ങനെ ആയിട്ടുണ്ട് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫുള്ള് കണ്ടെങ്കിലേ നിങ്ങൾ ബോധം കണ്ടിട്ട് പോകും. അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. ഞാൻ കുറച്ചുണ്ടാക്കുന്ന ഐറ്റം മാത്രം കാണിക്കാം. വീഡിയോ അങ്ങനെ ലെങ്തിയായ വീഡിയോ അല്ല, പറഞ്ഞാൽ സ്മോൾ വീഡിയോ എന്ന് പറഞ്ഞാൽ. പിന്നെ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാവേ അടുത്തേൽ. അപ്പോൾ ഈ പിള്ളമാർ പോയതിനു ശേഷം ഒന്ന് ടൗണിൽ പോകാനുണ്ട്. എൻ്റെ കൈ ചെയിന് പൊട്ടിയിട്ട് കുറേ ദിവസമായി പൊട്ടിയില്ലല്ലോ, ഇങ്ങനെ കുളത്തിൻ്റെ അടുത്ത് ഒരു എന്തോ പോലെ ആയിട്ടുണ്ട് അതിന്. അത് കുറേ ദിവസം അതിനൊന്ന് ശരിയാക്കണമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇന്നാണ് അതിന് ടൈം കിട്ടിയത്. അതിനന്ന് പോയിട്ടായിട്ട് പിന്നെ അതിനൊരു ചെറിയൊരു ഡ്രസ്സെല്ലാം മേടിച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അതെല്ലാം മേടിച്ച് വന്നതാണ്. എന്നിട്ടായിട്ടില്ല നമുക്കൊരു ഓർഡർ കൊടുക്കാനുണ്ട്. ഇന്നെന്താ പറയുക, പൊരിയപ്പവും മറ്റേ ഈത്തപ്പഴം നിറച്ചതില്ലേ അതും കൊടുക്കാനുണ്ടായിന്. പിന്നെ പുഡിങ്ങും ഉണ്ടായിന്. അതേ പുഡിങ് ഇന്നലെ കൊടുത്തില്ലേ, അതേ ട്രെയിൽ ബട്ടർ പുഡിങ്ങും ഇളനീർ പൊണ്ടൻ പുഡിങ്ങില്ലേ അതുമാണ് കൊടുത്തത്. അപ്പോൾ അതാ ഞാൻ മക്കളെല്ലാം നല്ല ചൂടോടെ പുട്ടും വെള്ളക്കറിയും കഴിക്കുന്നുണ്ട്. ആ ക്ലാസ് നോക്കിയാൽ നല്ല വാങ്ങില്ലേ, പക്ഷേ അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞാൽ കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ ഉണ്ടായിട്ട്. ക്ലാസ്സിന് എത്രയാണ് ചോദിക്കുന്നുണ്ട്. ഇത് 60 പറഞ്ഞാൽ ഇത് ഞാൻ രണ്ട് പീസ് മേങ്ങിയത് 60. പിന്നെ മറ്റേ ക്ലാസ്സില്ലേ ആ ജ്യൂസിൻ്റെ പോലത്തെ അത് 6 പീസ് മേങ്ങിയിട്ടുണ്ടായിന്. 300-350 അങ്ങനെ എന്തോ കൊടുത്തതാണ് പറഞ്ഞാൽ. പിന്നെ ഞാൻ വീഡിയോ എടുത്താൽ കുറേ ആൾ ചോദിച്ചിന് ഇത് ഏടെ സ്ഥലമോ ഏടാണ്. അപ്പോൾ ആർക്കും അറിയില്ല, ഞാൻ ചങ്ക് മാത്രം അറിയാതെയെന്ന്. ഞങ്ങൾക്ക് പോയിട്ടാകുമ്പോൾ സംഭവം പറഞ്ഞ് ഒരു പക്ക കുറേ ആളെനിക്ക് കമൻറ്റ് ഇട്ടിന് ഏടേന്ന് വെച്ചിട്ട്. എല്ലാവരും മക്കളെല്ലാം കൊണ്ടുപോയിട്ട് പോയിട്ട് പോവാ എന്താ അതണിച്ചിട്ടുണ്ട്. ഓനൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലാക്കിന്. പിള്ളമാരെല്ലാം സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിലത്തെ അവസ്ഥ കണ്ട ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇങ്ങനെ ഒന്ന് ഒരുക്കിയിട്ടെടുക്കും. അപ്പോൾ അത് ഓരോ പുഡിങ് ട്രൈ കൊണ്ടു തന്നിന്. ഇത് ഓരോ പിള്ളേർ പോയിട്ടാണ് എനിക്കിനൊന്ന് പുഡിങ് കൂട്ടിയിട്ട് ഇതൊന്ന് ഡെലിവറി ആക്കുക. ഇത് കുമ്പളക്ക് എത്തിക്കാൻ പറഞ്ഞിന്. രക്ഷയിൽ കൊടുത്താൽ മതി. അപ്പോൾ 1 ദിവസത്തിൻ്റെ വാടക കൊടുക്കുമെന്നല്ല പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഞങ്ങൾക്ക് പൊരിയപ്പവും ഈത്തപ്പഴം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ അത് വേറെ ചാനൽ കൊടുക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുമ്പള ടൗണിൽ പോയിട്ട് അവൾക്ക് മൊഗ്രാൽ അതിൻ്റെ ഡ്രസ്സെല്ലാം വേണ്ടിയിട്ടുണ്ടായി. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ മൊഗ്രാലാണിത്. അപ്പോൾ ആണുപിള്ളമാർത്ത് പെണ്ണുപിള്ളമാർത്ത് എല്ലാം ഉണ്ട്, നല്ലുണ്ട് കാണാൻ. അങ്ങനെ അതെല്ലാം മേങ്ങിട്ടായിട്ട് അങ്ങനെ നിക്കാല വരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഡ്രസ്സെല്ലാം ഉണ്ടെങ്കിൽ നല്ലതല്ലേ. അങ്ങനെ അപ്പോൾ മംഗലത്തിൻ്റെ എനിക്ക് അതിൻ്റെ എല്ലാം പുലിസിലുണ്ടാവും. പക്ഷേ അതിൻ്റെ എല്ലാം ടൗണിൽ പോകാനും അങ്ങനെ ഇങ്ങനെല്ലാം അനിയത്തിയെല്ലാം വിളിക്കുന്നത് തന്നെ ഉണ്ട്. എനിക്ക് ഓർഡറിൻ്റെ ബിസി ആയതുകൊണ്ട് പോകാനേ കഴിഞ്ഞിട്ടാണ്. ഞാൻ ഇന്ന് നിങ്ങൾ പോകും, എനിക്ക് ഞാൻ വരാം, എനിക്ക് ഞാൻ വരാം 2-3 വട്ടം കോറിപ്പോൾ ടൗണിൽ പോയത്. ഞാൻ ഇങ്ങനെ ഇടവാക്കിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ ഓർഡറോ ഇതെല്ലാം എടുക്കുന്നത്. നമുക്കിപ്പോൾ എൻ്റെ പണിയും പിള്ളേർ പണിയും എടുത്ത് അറിയുന്നില്ല. ഇതോളം പൊള്ളറ പണിയും പൊരൻ്റെ പണിയും ഓർഡറും എല്ലാം എങ്ങനെയാണ്. അങ്ങനെ നല്ല കഷ്ടമുണ്ട്. ഈ ഓർഡറെല്ലാം കൊടുത്തിട്ടില്ല കാല് നമുക്കൊരു മടുമ്പ് തമ്പലമുണ്ട്. മടുമ്പ് ഇങ്ങനെ ഇങ്ങനൊരു ഇതായ പോലെ അന്ന് മുറിഞ്ഞ പോലെ അങ്ങനെ ഇതാന്ന്. പക്ഷെ നമുക്ക് ആ പണിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടില്ലേ ഒരിക്കൽക്കുന്നു വയ്യ ഓർഡറെല്ലാം കഴിഞ്ഞിട്ട് അപ്പം എത്തിരാമൊന്നും വേണ്ടപ്പോൾ മതി നിർത്തിയതിന് വേണ്ട ഈ പണി എന്നല്ല ഇരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ആരെങ്കിലും വിളിക്കും ഓക്കെ ചെയ്യാന്ന് വെച്ചിട്ട് അവർ എന്താ ഒരു ഇഷ്ടമുണ്ട് അവർ ഫുഡ് ഉണ്ടാക്കുന്നതിനോട്. ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് കഴിക്കാനും ഇഷ്ടം തന്നെയാണ് നിങ്ങൾക്കറിഞ്ഞാൽ. അങ്ങനെതാ ഞാനത് വന്നിട്ടായിട്ട് വേഗം പുഡിങ്ങിൻ്റെ സംഭവം റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ബട്ടർ ഇട്ടിട്ട് വറുത്തതാണ്. കാഷ്യൂവും ബദാം അത് 2ലേക്ക് ഇടാൻ വേണ്ടിയിട്ട് വറുക്കും ഒന്നിച്ച് വറുത്തതാണ്. അപ്പോൾ ബട്ടർ പുഡിങ്ങിലേക്ക് ഞാൻ കാഷ്യൂ ഇട്ട് പിന്നെ പൊണ്ടത്തിൻ്റെ പുഡിങ്ങിലേക്ക് ബദാം ഇട്ട് അങ്ങനെ. അപ്പോൾ അതാ സെറ്റാക്കിയിട്ട് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ വറുത്ത് വെച്ച ബദാമും കാഷ്യൂ ഇല്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ ബട്ടറിൽ വറുത്തെങ്കിലേ കുറച്ചൊരു നല്ലൊരു ആ ബട്ടറിൻ്റെ ഒരു സ്മെല്ലും ഇങ്ങനെ നല്ലൊരു ക്രിസ്പിയും ഉണ്ടാകും അറിഞ്ഞാൽ അങ്ങനെ. അപ്പോൾ പിന്നെന്താ ഇതിലേക്കെല്ലാം നമുക്ക് ഈ കത്തിയോടെ ഇങ്ങനെ ഇതാക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ചോപ്പറില്ലേ ആ കാഷ്യൂ ഡ്രൈ ഫ്രൂട്ട്സ് ഇതാക്കുന്ന ചോപ്പറുണ്ട് അതൊന്ന് വേണം. കുറേ ദിവസമായി വിചാരിക്കുന്നത് ഇടയിൽ മറക്കുന്നത് ഇങ്ങനത്തെ ഒരു ഓർഡർ വരുമ്പോൾ വലിയ ഓർഡർ വന്ന് അപ്പോൾ ഒരു ബദാം അറിയാതെ അപ്പുറത്തേക്ക് പോകണേ ഇനി ഇപ്പുറത്തേക്ക് തന്നെ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ അത് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കില്ലേ ഇത് നോക്കിയാൽ നമ്മളെ ഉള്ളിൻ്റെ ചോപ്പറിലില്ലേ നമുക്ക് ഈത്തപ്പായവും കയ്യിൽ നിന്ന് ഞാൻ ഇന്നലെ ഇതിൻ്റെ ഓർഡറിന് സ്നാക്സിൻ്റെ ഓർഡർ ബ്രെഡും നല്ല വാങ്ങില്ല ചോപ്പാക്കിയിട്ട് എടുത്തിന് നല്ല പൊടിയിട്ട് വന്നിട്ടറിഞ്ഞാൽ
ആ മിക്സിയിലുള്ള നൈസല്ല എന്നാലും നല്ല പൊടിയായിന്. ഇപ്പം നോക്കിയാൽ ഈത്തപ്പഴം ഞാൻ ഈ മിക്സിയിൽ ഇങ്ങനെ ജസ്റ്റ് ക്രഷ് ആക്കിയിട്ട് എടുത്തോണ്ട് അതിന് പക്ഷേ ഇതിലിട്ടിട്ടാകുമ്പോൾ ഇത് നല്ല സെറ്റായിന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ നല്ല യൂസ് ആകുന്നുണ്ട് ആ സംഭവം. അങ്ങനെ അപ്പോൾ പൊരിയപ്പത്തിൻ്റെ പൊണ്ടാട റെഡി ആകുന്നുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ അപ്പം ഇല്ല അതിനുള്ള സെറ്റപ്പാട് റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉലോക്കിയില്ലേ, ഞാൻ ഇങ്ങനത്തെ ഇടി ഉലോക്കിയാന്ന് കൊണ്ടുവരല്. ഇതിപ്പോൾ ഒരു നലത്ത പോലെ അതിന് ഞാനൊന്ന് വറുത്തിട്ടില്ലേ നല്ല പൊരിയാക്കിയിട്ട് നമുക്ക് പൊടിച്ചിട്ടെടുക്കണ്ടേ അതിനെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കൊടുക്കണേ. വരാനായിട്ടുണ്ട്. വന്നിട്ട് പോകുമ്പോൾ കൊടുക്കണം. അതിന് വേണ്ടി ഞാൻ അർജൻറ്റിലാക്കിയിട്ടില്ലേ ഒന്ന് ഫാൻ്റെ അടിയിൽ വെക്കുന്നുണ്ട് ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട്. രണ്ടിനെയും ഫാൻ്റെ അടിയിൽ വെച്ചിന് പെട്ടെന്നൊന്ന് ചൂടാറട്ടിലേക്ക് കിച്ചണിൽ വെച്ചിട്ട് ഇളക്കിന്. അത് ചൂടാറിയിട്ടായതിനു ശേഷം നമുക്ക് ഉരുണ്ടാക്കിയിട്ട് എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടാറട്ടിൽ വെച്ചതാണ്. അപ്പോൾ പുഡിങ് ഞാൻ ആക്കിയിട്ടില്ലേ ഫ്രീസറിൽ വെച്ചിന് പെട്ടെന്നൊന്ന് തണുക്കട്ടില്ല. കുറേ നേരം ഫ്രീസറിലൊക്കെ അങ്ങല്ല പെട്ടെന്നുള്ള ഓർഡറിനല്ല ഞാൻ ഇങ്ങനെ ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഒന്ന് സെറ്റ് ആയതിനു ശേഷം താഴെ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ ഒരു ഇഷ്ടം വരുന്ന നെല്ലിന് അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ എടുത്തിട്ടില്ലേ ഒന്ന് ഫോയിലെല്ലാം ചുറ്റിയിട്ട് കൊടുത്തു വിട്ടതാണ്. അത്ര തിരക്കിലുണ്ട് ഞാൻ. അന്നെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു തനാസ് കിച്ചൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിന്. എൻ്റെ വാർച്ചല്ലേ ഈ ഒരു സ്റ്റിക്കർ കാണുമ്പോൾ നമ്മളൊരു ലോകമല്ലേ. അപ്പോൾ ഒരു എന്തോ ഒരു മജ. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഇടയിൽ ആ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അൽഹംദുലില്ലാ അങ്ങനെ പുഡിങ് കൊടുത്തു വിട്ടു. ഇത് കഥ എന്താ അറിയോ, ഞാൻ ഇന്നലെ കാണിക്കാൻ നിങ്ങൾക്ക് മറന്നിനതിന് അവിടുന്ന് മേങ്ങിയതാന്ന് ഒരു കത്തി ചെറിയ നിലയിൽ നമ്മൾ ഈ ഒരു കൈൻ്റെ ഉള്ളിൽ അത്ര തന്നെയുള്ള എത്ര രൂപ 20 ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ ക്യൂട്ട് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളെ ജോബ് തന്നെ ഇതിനോടായിട്ടുള്ളതല്ലേ അതിനോണ്ടാന്ന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വെറുതെ വേങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളവ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ഞാൻ എപ്പോഴും പറയുന്ന പോലെ മസ്റ്റാന്ന് പറഞ്ഞാൽ എന്നൊക്കെ ഈ നൈഫിനായിട്ട് ചെറിയത് കണ്ട. അപ്പോൾ ഇല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടെല്ലാം ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.